നിങ്ങൾക്ക് അടിപൊളി ഫിഷിൻ്റെ ഫ്രഷ് ഗ്രില്ല് കഴിക്കണോ? എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സ്പോട്ട് പരിചയപ്പെടുത്താം. ഇതാണ് സെയ്ത്ത് ലെമൻ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഹൂറയിലാണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു ബീച്ചിൻ്റെ ആംബിയൻസ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ ഇൻറ്റീരിയർ കണ്ടിട്ട്? എനിക്കങ്ങനെ തോന്നി കേട്ടോ. അവർ ആ ഇൻറ്റീരിയർ ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടേ. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വില വിവരണ പട്ടികയും അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഏത് മീനാണ് ഇഷ്ടം അത് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന മസാല അത് ഗ്രീൻ ആണോ റെഡ് ആണോ എന്ന് നമുക്ക് അവരോട് പറയാം. ഞങ്ങൾ റെഡ് ടൈപ്പ് മസാലയാണ് പറഞ്ഞത്. ഞങ്ങൾ 3 ടൈപ്പ് ഫിഷും ഒരു ചിക്കനുമാണ് പറഞ്ഞത്. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണമെന്ന് വെച്ചാൽ ഇവർ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഗ്രില്ല് ചെയ്ത് നമുക്ക് തരുന്നത്. എന്ന് വെച്ച് നമുക്കതിന് നഷ്ടമൊന്നുമില്ല കേട്ടോ. അടിപൊളി ഗ്രില്ലാണ് നമ്മളുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ മസാലയൊക്കെ അവർ ചേർത്ത് ബുക്ക് ടൈപ്പിലാണ് നമുക്ക് ഗ്രില്ലായിട്ട് ഫിഷ് ഓരോന്നും നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ഗ്രിൽ ചിക്കൻ്റെ കൂടെ അവർ സലാഡും അതുപോലെ തന്നെ 3 ടൈപ്പ് ചട്നിയാണ് തരുന്നത്. അതൊരെണ്ണം ഗ്രീൻ ചട്നിയും 2 റെഡ് ചട്നിയാണ് അവർ തരുന്നത്. അതുപോലെ ചിക്കൻ്റെ കൂടെ അവർ മയോണൈസും തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ റൈസ് വേണമെങ്കിലും അത് നമുക്ക് ചൂസ് ചെയ്യാം. അതിന് നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. മീൻ കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ജ്യൂസി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീൻ അവർ കട്ട് ചെയ്ത് ഗ്രില്ല് ചെയ്ത് വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഫോർഡബിൾ റേറ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഫിഷും ചിക്കനും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ നിങ്ങളും പോയി ട്രൈ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ആ മസാല അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ മീനിൻ്റെ ആണെങ്കിലും ചിക്കൻ്റെ ആണെങ്കിലും നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് അവർ മസാല അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് ആ ഓരോ ഫിഷ് കഴിക്കുമ്പോഴും നല്ല രീതിയിൽ ആ മസാലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒട്ടും മടുപ്പ് തോന്നത്തേ ഇല്ല. എന്തായിരുന്നാലും ഞങ്ങളുടെ ഈ വീക്കെൻഡ് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വീക്കെൻഡ് ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. സന്തോഷമായിട്ട് സെയ്ത്ത് ലെമനിൽ നിന്ന് ഇറങ്ങി. പിന്നെ മോന് ഉറക്കം വരുന്നത് കൊണ്ട് മോനെയും മമ്മിയും ഞങ്ങൾ നേരെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഓരോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ അവിടെ വെച്ച് കണ്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചു. ചായയും കോഫിയും എല്ലാം കഴിച്ചു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് തണുപ്പ് സമയം കിട്ടുന്നത് ഇവിടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്മളത് തണുപ്പിന് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.